ഹായ് ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. അതായത് AC, മോട്ടർ അങ്ങനെയുള്ള വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒരേ സമയം കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം 7 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പാനലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 സ്ട്രിങ് ആയിട്ട് മൊത്തം 8 പാനൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 450 വാട്ട്സിൻ്റെ 8 മോണോപ്പർക്ക് ഹാഫ് കട്ട് സോളാർ പാനൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്നിങ് അറസ്റ്റർ ഉൾപ്പെടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ 2.5-ക്ക് 1.5-യുടെ GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. വാക്വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 സ്ട്രിങ്ങുകൾക്കിടയിലൂടെ നടക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മൾ പാനലും സ്ട്രക്ചറും എർത്ത് ചെയ്തിട്ടുണ്ട് കോപ്പർ കണ്ടക്ടർ ഉപയോഗിച്ച്. ISI പൈപ്പിലൂടെ നമ്മളത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. 3 ഫീറ്റ് എർത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് വയറിങ് ചെയ്തിരിക്കുന്നത് 6 സ്ക്വയർ mm TV സർട്ടിഫൈഡ് DC കേബിൾസ് ഉപയോഗിച്ചിട്ടാണ്. 2 സ്ട്രിങ്ങുകൾ നമ്മൾ 2-in-1 കണക്ടർ ഉപയോഗിച്ചിട്ട് പാരൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സർഫസ് കുറച്ച് അൺഈവൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ വർക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് വിക്രം സോളാറിൻ്റെ 450 വാട്ട്സ് ഹാഫ് കട്ട് മോണോപ്പർക്ക് സോളാർ പാനൽ വരുന്നത്. ഇതുപോലെ 8 പാനൽസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്കിതിൽ നോക്കിയാൽ കാണാം. ടോട്ടൽ 3600 വാട്ട്സാണ് പാനലുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ അലുമിനിയം ക്ലാംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, പാനലുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. മിഡ് ക്ലാമ്പ് അതുപോലെ തന്നെ സൈഡ് ക്ലാംസ് കൃത്യം ഡയമെൻഷനുള്ളത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ സേഫായിട്ടുള്ളൊരു വാക്വയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 അടിയോളം വീതിയുണ്ട്. നമുക്ക് പേടിക്കാതെ ഇതിന് മുകളിൽ കയറി ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോൾ വേണമെങ്കിലും സാധിക്കുന്നതാണ്. സോളാർ മോഡ്യൂൾസ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ പാനലുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ശതമാനം പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് പാനലുകൾ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ 200Ah സോളാർ ബാറ്ററീസാണ്. C10 സോളാർ ബാറ്ററീസാണ്. മൊത്തം 6 ബാറ്ററീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 72 വോൾട്ടാണ് നമ്മുടെ സിസ്റ്റം വരുന്നത്. ഇതാണ് 7 kVA ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ. സോളാർ കോമ്പാറ്റബിൾ ആണ്. ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇൻവേർട്ടറാണ്. ഇവിടെ നമ്മൾ MPPT ചാർജ് കൺട്രോളറുള്ള കണക്ഷൻ കേബിളാണ് പോകുന്നത്. ഇത് ഹീലിയോ 50 എന്ന് പറയുന്നൊരു മോഡലാണ്, ആശാ പവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇവിടെ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ സോളാർ പാനൽ പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, ഗ്രിഡ് ഫേസ് ഇൻ ഔട്ട്. അതായത് ഇൻവെർട്ടറിലേക്കുള്ള ഫേസ് ഇന്ന് നമ്മൾ MPPT ചാർജ് കൺട്രോളർ വഴിയാണ് കൊടുക്കുന്നത്. ഈ ഒരു സിസ്റ്റം 48 വോൾട്ട് മുതൽ 96 വോൾട്ട് വരെ കോമ്പാറ്റബിൾ ആണ്. നമുക്ക് ഏകദേശം 5200 വാട്ട്സ് വരെ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സിസ്റ്റത്തിലുണ്ട്. 50 ആംപിയറാണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള MPPT ചാർജ് കൺട്രോളറുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു കൺട്രോളറാണ് ആശാ പവർ MPPTs. അതിൽ ഹീലിയോ 50 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇത് ബാറ്ററി പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നവയാണ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ബട്ടൺ ഫീച്ചേഴ്സ്, അതിൻ്റെ ഓപ്ഷൻസ് ഇതെല്ലാം അത്യാവശ്യം ഇതിൻ്റെ സൈഡിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 32 ആംപിയർ MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. KCB ചാർജിങ് ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ട്, ന്യൂട്രൽ, ഔട്ട്പുട്ട് എർത്ത് അങ്ങനെയുള്ള ടെർമിനൽസ് കാണാം. കൂടാതെ ഒരു സോക്കറ്റ് ഔട്ട്പുട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു ഇൻവെർട്ടർ ക്യാബിനാണ്. ഇതിന് 4 വീലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യാനൊന്നും വലിയ പ്രയാസം വരുന്നില്ല. നോർമൽ ഇൻവെർട്ടേഴ്സിനുള്ള പോലെ തന്നെ ഫ്രണ്ടിലൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടോട്ടൽ 7 kVA സിസ്റ്റമാണ്. ഇത് 7 kVA ഇൻവെർട്ടറാണ്. സോളാർ കോമ്പാറ്റബിൾ ആണ്. കോപ്പർ ട്രാൻസ്ഫോമറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് മാക്സിമം 5500 വാട്ട്സ് വരെ ലോഡ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല. അതതിൻ്റെ പീക്ക് ലോഡ് കപ്പാസിറ്റിയാണ്. കൺട്രോൾസ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു DB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു SPD, സിംഗിൾ ഫേസ് SPD ആണ്. അതുപോലെ ഒരു ഐസൊലേറ്റർ 40 ആംപിയർ, ഇൻപുട്ട് സൈഡിൽ 32 ആംപിയർ, ബീക്കർ MCB കൊടുത്തിട്ടുണ്ട്. ഒരു ഔട്ട്പുട്ട് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഡിലേക്കുള്ള കണക്ഷൻ 32 ആംപിയർ MCB വഴിയാണ് പോകുന്നത്. അതും ബീക്കർ തന്നെയാണ്. പിന്നെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോളാർ മോഡിലേക്കും എമർജൻസി കണ്ടീഷനിൽ KCB മോഡിലോട്ട് ഉപയോഗിക്കാനായിട്ടും. ഇപ്പോൾ SPD എർത്തിങ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാം. കോപ്പർ കണ്ടക്ടർ ഉപയോഗിച്ച് നമ്മൾ ISI PVC പൈപ്പിന് ഉള്ളിലൂടെയാണ് എർത്തിങ് ചെയ്തിരിക്കുന്നത്. എർത്ത് പിറ്റ് കാണാം. 3 ഫീറ്റ് എർത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ക്യാബിന് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിച്ച് 16 ഗേജ് 1.25 GI പൈപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാറ്ററി സേഫ് ആയിട്ടിരിക്കാനായിട്ടും ഇതിലേക്ക് മറ്റ് ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും ഇങ്ങനെ ഒരു ക്യാബിൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും, കൂടുതൽ ബാറ്ററി ഉള്ള സിസ്റ്റങ്ങളിൽ. 16 സ്ക്വയർ mm കേബിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 32 ആംപിയറിൻ്റെ 2 പോൾ DC MCB ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനലിൽ നിന്നും MPPT വരുന്ന കണക്ഷനിൽ. ഈസ്റ്റ്മാൻ ബാറ്ററിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇത് 200 AH C10 സോളാർ ബാറ്ററിയാണ്. ടോട്ടൽ നമുക്ക് 10 വർഷമാണ് വാറണ്ടി, 5 വർഷം റീപ്ലേസ്മെൻറ്റ്, 5 വർഷം പ്രോറാറ്റ വാറണ്ടി. ഇതാണ് നമ്മുടെ ഓവറോൾ സിസ്റ്റം കാഴ്ചയിൽ. കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. 7 kVA ലഗ്നോ ബ്രാൻഡ് ഇൻവെർട്ടറാണ് നമ്മളിവിടെ കാണുന്നത്. ആശാ പവറിൻ്റെ ഹീലിയോ 50 എന്ന് പറയുന്ന മോഡൽ MPPT ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാനൽസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 450 വാട്ട്സിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് വിക്രം സോളാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 8 പാനൽസാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മൊത്തം 3600 വാട്ട്സ് ആണ് ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം 12 മുതൽ 15 യൂണിറ്റ് വരെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓവറോൾ ഒരു വ്യൂ ഇതാണ്. ഇവിടെ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ മൾട്ടി സ്പൈക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. 25 mm PVC പ്ലംബിംഗ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എർത്ത് കണ്ടക്ടർ വലിച്ചിരിക്കുന്നത്. 8 SWGയുടെ കോപ്പർ കണ്ടക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റ് എർത്തിങ് ആണ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫീറ്റ് പ്ലേറ്റ് എർത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം.